അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിന് ഓരോ രാജ്യങ്ങളെ സംബന്ധിച്ചും പ്രദേശങ്ങളെ സംബന്ധിച്ചൊക്കെ പ്ലാനും ഒക്കെ പദ്ധതികളും ഉണ്ട്. അതവർ നടപ്പിലാക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രീൻലാൻഡിൻ്റെ കാര്യം, ഗ്രീൻലാൻഡ് എന്ന് വെച്ചാൽ നൂറ്റാണ്ട് മുമ്പ് തന്നെ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള സംഗതിയാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മിലിറ്ററി പോയിൻ്റായിട്ട് അവർ കരാറുണ്ടാക്കിയിട്ട് ഒരു സെൻറ്റർ സ്ഥാപിച്ച സ്ഥലമാണത്. അപ്പോൾ അവർക്ക് നേരത്തെ ദൗസായി പറഞ്ഞ പോലെ അവിടെ ഈ പറഞ്ഞ ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കാലാവസ്ഥാ പഠന സംഗതികൾ, അങ്ങനെ പലതരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് അവർ കാണുകയും, ഇപ്പോൾ ഹാരി ട്രൂമാൻ്റെ കാലത്ത് അവരത് വാങ്ങിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് അത്രയും ആവശ്യം അതിനെക്കുറിച്ചുണ്ടായിരുന്നു. ലോകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണത്. അവിടെയാണ് ഇപ്പം റഷ്യയുമായിട്ടുള്ള സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഒരു വാർ ഫ്രണ്ടിൽ സോവിയറ്റ് യൂണിയൻ്റെ മിസൈലുകളെ നേരത്തെ തിരിച്ചറിയാനുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ഒപ്പം പട്ടാളവുമായി ബന്ധപ്പെട്ട പരീക്ഷണ കേന്ദ്രങ്ങൾ, നാസയുമായി ബന്ധപ്പെട്ടുള്ള പര്യവേഷണം നടത്തുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് കുറേ അധികം കാലമായി അമേരിക്ക കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണ്. അമേരിക്കയ്ക്ക് ഒരിക്കലും അവിടെ നിന്ന് വിട്ടുപോരാൻ പറ്റില്ല. അപ്പോൾ അമേരിക്ക അത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉള്ളൊരു കോമൺ റീസൺ നമുക്ക് അവിടെയും കാണാൻ പറ്റും. ഇപ്പം നേരത്തെ പറഞ്ഞ ധാതു ലവണങ്ങളുടെ ഭയങ്കരമായ നിക്ഷേപമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ അത് കൈക്കലാക്കുകയാണെങ്കിൽ, അതിപ്പോൾ നോക്കൂ, ധാതു ലവണങ്ങളുടെ ഏറ്റവും കൂടുതൽ നിക്ഷേപത്തിൻ്റെ അതിൻ്റെ സാധ്യതകളെ ഇപ്പോൾ ഈ പുതിയ കാലം ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. അതിലേറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഒരു നേട്ടം ഉണ്ടാക്കുന്ന രാജ്യം എന്ന് വെച്ചാൽ ചൈനയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ധാതു ലവണങ്ങളുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റ് കയറ്റുമതി എന്ന് പറഞ്ഞാൽ 80% കൈയാളുന്നത് ചൈനയാണ്. ആ ചൈനയുടെ ആധിപത്യത്തെ തകർക്കാൻ കഴിയും വിധത്തിലുള്ള ധാതു ലവണങ്ങളുടെ വലിയ ശേഖരമുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഗ്രീൻലാൻഡ്. കിട്ടിയാൽ പുളിക്കോ? ഇല്ല. പിന്നെ കോപ്പർ, നിക്കൽ, ഗോൾഡ്, ഈ പറഞ്ഞ സംഗതികളുടെ വലിയ കമ്പനീയമായ ശേഖരമാണത്. ഓയിലും ഗ്യാസും വലിയ തോതിലുണ്ട് എന്ന് അവരുടെ പര്യവേഷണങ്ങളിൽ അമേരിക്കൻ ഏജൻസീസ് കണ്ടെത്തിയതായി പറയപ്പെടുന്നു. അതുകൊണ്ട് എത്രയും വേഗം ഇതിനെ കൈയടക്കുക എന്ന് പറയുന്ന ഒരു ത്വരയിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഗ്രീൻലാൻഡ് പ്രത്യേകത, ഐസ് മൂടിയ ഒരു സ്ഥലം. ഒരു വർഷം 8, 9, 10 മാസം വരെയൊക്കെ ഐസ് ബ്ലോക്സ് പോലെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. കാലാവസ്ഥാ വ്യതിയാനം വരുന്നു, അപ്പോൾ അവിടെ മഞ്ഞുരുകുമ്പോൾ സംഭവിക്കാമെന്ന് വെച്ചാൽ പുതിയ ജലപാതകൾ രൂപപ്പെടും. അപ്പോൾ ഒരു ആർട്ടിക് റൂട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ ഒരു ആർട്ടിക് റൂട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ അത് റഷ്യയും ചൈനയും നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആർട്ടിക് റൂട്ട്സിലുള്ള ആധിപത്യത്തിന് ചെക്ക് വയ്ക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ ബദലുണ്ടാക്കാനോ കഴിയും. ഇപ്പോൾ അവിടെ ഒരു റൂട്ട് കിട്ടിയാൽ, ഇപ്പോൾ അമേരിക്കയ്ക്ക് ഏഷ്യയുമായിട്ടുള്ള സഞ്ചാരത്തിൽ 30 to 40% ദൂരം പോലും കുറയ്ക്കാൻ പറ്റും.